കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Dino coming in from the far side, taken cleanly by Khan. Oh, they fooled them here. Neuville could have gone anywhere really. അച്ഛാ പോയി അച്ഛന്റെ ആളുടെ കളി തീർന്നു. അത് നമ്മുടെ ടീമാണ്. അത് അതാ കൊണ്ടുപോയി അടി. By Schneider as well. Well, Schneider did well. Closer and in the middle. Oh, and Closer goes in. It's a goal kick. Or is it? No, it's a corner. Advantage. Dino who took advantage. Ronaldo's in here. And you had to look to അവരുടെ ടീമായ opening 20 minutes for terrific ball from Ronaldinho. Seems if he's got caught into ഞാനെന്ത് ചെയ്യാനും നില കൊണ്ടെന്ന് പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഫൗളല്ലാതെ എങ്ങനെ ഫൗളാണ്? ഫൗളാണ്, എല്ലാവരും ഫൗളാണല്ലോ. പോയി കിടന്നുറങ്ങി. ഫുട്ബോൾ ചേട്ടാ പിന്നെയും കണ്ടൂടെ? നിനക്ക് ഉറക്കം ശരിയാവില്ല പുണി. അതാണ് ചെല്ല് പോയി കിടന്നുറങ്ങ്. ഇല്ലെങ്കിൽ എന്താ അറിയോ, അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ വീണ്ടും പ്രശ്നമാവും. എന്തായിരിക്കണം ആ പെണ്ണിന്റെ അവസ്ഥ എന്താന്ന് ആലോചിക്കുന്നത്. മറ്റേ ഈ കളിക്കാരെ അയാള് വീണിട്ട് കണ്ടില്ലേ? അപ്പൊ അവരുടെ കുടുംബക്കാർക്കല്ലേ ഇപ്പൊ ഇതൊക്കെ അതിന്റെ വിഷമം. പോണണ്ടി പോ. പെനാൽറ്റി പെനാൽറ്റിയാണ്. ഇത് കഴിഞ്ഞിട്ട് പോക്കോ. അതെ വന്നെ ഗോളാവുന്നു. നോക്കിക്കോട്ടാ. കിട്ടാൻ ഞാൻ പറയാം. നീ മൂത്രം ഒഴിച്ചിട്ട് വാ. He got the better of Ronaldo. This was a ball in by Roberto Carlos right on half time. The defender didn't really get hold of it there. And it was ഒന്നുമല്ല അച്ഛാ. ഇല്ല അറിയാതെ പറയല്ലേ. Ronaldinho and Rivaldo. ഹലോ, ആര് ഹിമേ? ആ ഞാൻ ഇതാ വരണടാ. ആ അല്ല കളി കാണാ. ഗോളടിച്ച് ഞാൻ കൂട്ടാ. അതെ എനിക്ക് ചവിട്ടണു മനുഷ്യന്മാരെ. Everybody seemed to just stand still and gasp there. കോർണറൊക്കെ ഉണ്ട് അവിടെ. മിണ്ടാണൊക്കെ അവനെ പിടിക്കാതിരിക്കോ? ഗോളി പന്ത് പിടിക്കാതെ നിൽക്കണത്. അവനെന്താ Ronaldo tried a couple of step overs, but he couldn't sell the damage. Played short to Roberto Carlos and Nielsen's arriving. അച്ഛാ, അച്ഛന്റെ കളിക്കാരൻ മഹാമോശട്ടെന്ന്. സംസാരിക്കുന്നില്ലേ? പാസ് ആണ് നന്നായി. ആ പാസ് കൊടുത്ത് എനിക്ക് ഉറപ്പായിട്ടും നോക്കി നടക്കുന്നു. നീ കാണിക്കണത് നീ വല്ലാത്ത ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയേ. വല്ല കാര്യമുള്ള എവിടെയാക്കണേ? അവിടെ പൊക്ക്. അത് പൊക്ക്. എന്റെ കയ്യിൽ മൊബൈലുണ്ട്. അതെ ഞാൻ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. അവിടെ വെക്കടാ. കുത്തിട്ട് നിക്ക്. ഞാൻ ചവിട്ടി പിടിക്കട്ടെ. ഇത് കൊണ്ടവല്ലേ. ഇത് എന്തുട്ട് പിടിക്കാൻ അതെ ഞാൻ മച്ച് ക്ലിയർ ചെയ്യാൻ ചെയ്തപ്പോ ഓട് നാളിനെ ഇളക്കിയിട്ടിട്ടുണ്ട്. കേറ്റിട്ട് അതിൽ ഇറക്കി വിട്ടാ മതി.
എങ്ങനെ അവളെ ഇതിലോട്ട് കയറ്റി വിട്ടിട്ട് ആ തൊളയെ കൂടി ഇറങ്ങിയ മച്ചിലെത്തിക്കോളും ഞാൻ വൃത്തിയാക്കി എനിക്കറിയില്ല നീ എന്താണ് ചെയ്യുന്നത് ഞാൻ അവിടെ വിളിച്ചിട്ട് വന്നേ ആൾക്കാരെ വിളിച്ചിട്ട് വന്നേ ഞാൻ ശരിയായിക്കോളാം നീ പോ അതെ ഇങ്ങനെ വലിച്ച മുകളിലോട്ട് പോയിക്കോളൂ കേട്ടോ ഷാഹിന പേടിക്കണ്ട ഞാനാണ് കയറുക മുമ്പിലേക്കാ വാ നോക്കേ പിടിച്ചോ കയറിക്കോ വാ വന്ന് വിചാരിച്ച എവിടെ പോയി കിടക്കഞ്ഞി ഇവൻ ഇനി ആൾക്കാരൊക്കെ വന്നിട്ടാവും മറ്റേ വരവ് മനുഷ്യന്റെ വയറ് തിളയ്ക്കണ വല്ലാത്തൊരു പന്ത് കളിയായി പോയത് ഒരു വാട കൊടുത്ത കേട്ടോ എന്തോക്കിയൊക്കെ അവിടെ അതെ ആരെങ്കിലും പുറത്തോട്ട് ഇറങ്ങണ്ടെന്ന് നോക്കിയിട്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നാ കയറ്റി വീട് ഇങ്ങോട്ടാണെങ്കിൽ അതെ ഷാഹിന നീ ഈ കോണിപ്പടി കൂടി കയറി അങ്ങോട്ട് മുകളിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ 3-4 ഓട് ഇളക്കി വെച്ചിട്ടുണ്ട് നീ ആ ഗ്യാപ്പിലൂടെ ഇറങ്ങിയിട്ട് ഇരുന്ന സുരക്ഷിതമായിട്ട് മച്ചിലിരിക്കാം അത് ഞാൻ അതിലെ കൂടി അവിടെ വരാം കേട്ടാ കയറിക്കോ അയ്യോ ഇത്രയും മുഖത്ത് കയറാൻ എനിക്ക് പേടിയോ ഇതിലും വലിയതല്ലേ നീ കുളത്തിന്റെ അവിടെ ആ മതിൽ ചാടി ഓടിയത് നീ ചവിട്ടി അങ്ങോട്ട് കയറി മതി ചെല്ലി ഞാൻ പറമ്പിലെങ്ങാണ് ഇരുന്നു എന്തിനാ പോന്നേ പറമ്പിലിരുന്ന വല്ല പാമ്പും കൊത്തി കൊല്ലും നീ പറയണം പിടിക്കണേ അമ്മ പോട്ടെ നോക്കി കയറും ഇടല്ലേ ഇല്ല പിടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ തന്നെ വല്ല ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ കയറി പോയിക്കോ എന്നാ ഭൂമിയിൽ സമാനം ഉണ്ടാവുമല്ലോ അമ്മാവാ അല്ലാണ്ട് പിന്നെ കേറിക്കോ അത് തന്നെ അതെ 4 ഓട് ഇളക്കിയിട്ടേക്കണുണ്ട് അവിടെ ആ നീ ഇത് ഗോണിന്ന് മാറിയേ ആദ്യം അങ്ങനെ സംസാരിച്ചാ പോരെ പറയട്ടെ ഇവിടെ കിടന്ന് കമന്ററി പറയാതെ കാലങ്ങടെ ഇറക്കി നോക്ക് ഗോണിന്ന് മാറ്റി അങ്ങടെ ഇറങ്ങിക്കോ സമാധാനമായി ആർക്ക് എനിക്ക് മജീദ് വല്ലതും അറിയണ്ടോ പാവം അല്ല പേടിക്കാനൊന്നുമില്ല മരപ്പെട്ടി കൂട്ടുണ്ട് അല്ല നിന്നേക്കാ നല്ലതാ പറ്റിയില്ല പുയ്യാപ്പിളക്ക് വാ പോകാം ആ കോണിയെടുത്ത് മാറ്റണ്ടേ കോണി പിന്നെ വന്നിട്ട് മാറ്റാം നമ്മൾ വൈകി അവര് സംശയിക്കും പന്ത് കളി കഴിഞ്ഞിട്ട് വന്നിട്ട് കോണി മാറ്റാം ഒരു ഗോൾ അടിച്ചാലേ ഇനി കളി ചൂടാവുള്ളൂട്ടാ അത്രേ ഉള്ളൂ അത് ഞങ്ങളുടെ ടീം അടിക്കും അതേടാ പിന്നെ നിങ്ങളുടെ ടീം അടിക്കും കണ്ടോ കണ്ടോ അമ്മേ എന്താടാ പോയി കിടന്നുറങ്ങിക്കൂടാ അമ്മക്കാണെങ്കിൽ കളി അറിയില്ല വെറുതെ എന്തിനാ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കണത് അടുത്ത 6 അടിക്കുമ്പോ ഞാൻ അടുത്തേട്ടാ അമ്മ പോയാലേ അച്ഛൻ ചീത്തറി ഇല്ലാച്ചാ അവളെ എന്റെ കൂടെ കണ്ടോളൂടാ കണ്ടോ അടിക്കന്റെ പൊന്നു മോനെ അടിക്കില്ല അതെ അവരുടെ ഗോളി മിടുക്കനാട്ടാ അല്ല ഇത് ഇവര് എവിടെ പോയി അച്ഛാ ഇന്ന് വെറുതെ ഉറക്കൊഴിക്കണം കേട്ടോ എന്ത് കാണണോ ഒന്നും കാണാനില്ല അവൻ വെറുതെ കുത്തി തിരക്കുണ്ടാക്കാൻ വേണ്ടി വരികയാണ്
ഇന്ന് കളിക്കണില്ല. അച്ഛാ, ഇത് സംഗതി കുറച്ച് അപകടം പിടിച്ച കളിയാണ്. ഈ വക കളി കളിച്ചു കഴിഞ്ഞാലേ ഉറപ്പായിട്ട് അവന് ചോപ്പ് കാർഡ് കിട്ടും കേട്ടോ. അവന് ചോപ്പാട് കിട്ടും, അവൻ പുറത്തും പോകും. എന്തിനാ ഞാൻ തള്ളിയിടണ്? അമ്മ എവിടുന്നെങ്കിലും വരും. എന്ത് കാണിക്കും. എവിടെ പോകും? അതിന്റെ പുറത്തേക്ക് വേണം ചോദിച്ചാൽ പോരെ. പുറത്തു വെച്ചോളേ. എടാ വല്ലതും കണ്ട് പേടിക്കുന്നേ. എന്തിനു? നമ്മുടെ വീടല്ലേ ഇത്. എന്താ ധൈര്യവാ. പിന്നെ എന്താ നീ കൊളക്കടവിൽ കണ്ട് പേടിച്ച്? അത് പകലല്ല ഉണ്ടേട്ടോ, ഇത് രാത്രിയല്ലേ. അപ്പൊ പകലാ നിനക്ക് പേടി, രാത്രി പേടിയില്ല? അപ്പുണ്ണേ, നീ അകത്ത് ബാത്റൂമിൽ അമ്മ ഒന്നും ഉണ്ടാണ്ടിരുന്നേ, അപ്പൊ വരാം. എന്തായാലും ചെയ്യോ. അടിക്കട മോനെ. അയ്യോ, പോയി കളിച്ച് നശിപ്പിച്ച് കളഞ്ഞു. എന്തൊരു ജാതി കളി ചെയ്തു. സമയത്തിന് വന്ന് തകർത്ത് തകർത്ത് തകർത്ത്. എന്താ എന്താ എന്ത് അല്ല, നമ്മള് ജയിച്ചില്ലടാ. എന്താ അവരല്ലേ തോറ്റിരിക്കണേ. അത് ആര് തോറ്റ്? കളി ഇനി കിടക്കല്ലേ, കളി കഴിയട്ടെ, എന്നിട്ട് കാണാം. കളി കഴിയുമ്പോ നമ്മള് ബാക്കിയുണ്ടായാ മതി. ഓ, ഇപ്പോഴാണ് ഒരു സമാധാനമായത്. നിനക്കല്ലേ? എല്ലാവരും പാകത്താക്കി. ഓ ആനന്ദാ, ഇപ്പൊ എത്ര റൺസായി? എന്തൊരു കഷ്ട. അമ്മ ഒന്ന് പോയി കിടന്നോർക്കാം. അമ്മേ ഇനി പോയി കിടന്നോ, ഇനി കുഴപ്പമൊന്നുമില്ല. തോറ്റില്ലേ? ശിക്ഷിക്കരുത് ദൈവേ. തിരിച്ചടിക്കാതിരുന്നാ മതിയായിരുന്നു. കുട്ടികളും ചെയ്തവർക്ക് കിട്ടും. തിരിച്ചടിക്കൊന്നുമില്ലടാ. ഇല്ലല്ലേ? എനിക്കൊരു പേടിയുണ്ടായി. കുഴപ്പമില്ല, നിങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ. ആരപ്പോ ഇവിടെ ഏണി കൊണ്ട് വെച്ചേ? അയ്യോ, അപ്പുണ്ണിയുടെ ഒച്ച. അയ്യോ, അപ്പുണ്ണിയുടെ ഒച്ചല്ലേ കേട്ടത്? ഒന്ന് പോയി നോക്കടാ. വല്ലതും കണ്ട് പേടിച്ചു കാണും. ഞാൻ അപ്പഴേ എന്തോ പറഞ്ഞാണ്. ചെയ്യാനെന്ന് പറയും ചെറുക്കന്റെ കാര്യം. ആണിന്റെ ഒച്ചയല്ലേ കേട്ടത്? ആണെ പെണ്ണൊന്നിപ്പോ ചെല്ലും പറയ പോ. പണി ഒപ്പിച്ച് വെച്ചിട്ട് എടാ, എവിടാ? എവിടെയാ? അയ്യോ, ഒരു മോനെ. അപ്പുണ്ണിയെ അപ്പുണ്ണി. എന്ത് പറ്റി? അപ്പുണ്ണി. കൈ പതുക്കെ ഓ, എനിക്ക് വയ്യ, എനിക്ക് കാണുന്നത്. ചോര. എന്തിനാണ് ഈ രാത്രി ഏണി ഉണ്ടെന്ന് ഇവിടെ ചാരിയത്? ഇവനെന്തിനാ? അപ്പുണ്ണിയെ, ഈ വെള്ളം എടുത്തേ. അപ്പുണ്ണിയെ, വെള്ളം എടുക്ക്. പിടിക്കടാ അവനെ. കാല് ഒക്കെ പൊട്ടിയില്ലതാ. ഇരിക്കാൻ പറ്റുമോ? എടുക്ക് നടക്ക്. എന്തിനീ ആവശ്യമില്ലാത്തോടത്തൊക്കെ വലിയ കാരണം. അവനെ എടുക്കടാ അവനെ. കാല് വേദനിക്കുന്നതാണ് അവന്റെ. പതുക്കെ. അവനെ എടുക്കടാ. വാ, വാ, വാ. പതുക്കെ, പതുക്കെ. പങ്കേവാ ആശുപത്രി കൊണ്ടുപോയി. വണ്ടി നടക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു വണ്ടി വിളിക്കും. എന്റെ മോനെ. എന്റെ മോനെ.
നീ ഒറ്റൊരുത്തനായിട്ട് അമ്പളീന് കാരണം. അമ്മാവ് അപ്പുവേട്ടൻ ഈ പാതിരാക്കി ഇതുമല്ലോട്ട് വലിഞ്ഞു കയറുമെന്ന് ഞാൻ അറിഞ്ഞ. അല്ല എനിക്കിത് കിട്ടണം. ഗോവിന്ദകുട്ടി, എനിക്കും ഫ്രൂട്ട്സ്, സമയാസമയത്ത് ഭക്ഷണം, കിടക്കാൻ നല്ല മുറി, സീലിംഗ് ഫാന്. അല്ലാ, നിന്റെയൊക്കെ സമയോടെ ഇത് പിടിച്ചാണ്. ദയവ് ചെയ്തെടുത്ത് തിന്നു കളയരുത്. ഇഞ്ചക്ഷനും ട്രിപ്പിനും ഉള്ള സാധനങ്ങളാണ്. അയ്യോ, ഡോക്ടർ എന്താ പറഞ്ഞു മജീദിക്ക? ഉണ്ടോണ്ട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഡോക്ടർ എന്താ പറഞ്ഞു? എന്തോ മജീദിക്ക ഇത്? എന്തേലും സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോഴാണ് തമാശ പറയുന്നേ. എടാ, ഒരാഴ്ച ഇവന്മാർ ഇവിടെ കിടക്കണോന്ന്. ഒരാഴ്ച കിടക്കാനോ? ഒരാഴ്ച കിടക്കാനുള്ള പരിക്കൊന്നും ആർക്കും ഇല്ലല്ലോ. അത് നീ പോയ ഡോക്ടറോട് പോയി ചോദിക്കും. ഇത് പരിക്ക് പറ്റിയതിനെ പിടിച്ചു കിടത്തുമല്ല, കാശ് പിടുങ്ങാൻ വേണ്ടിയുള്ള വേലയാ. കാശ് പിടുങ്ങുന്നത് ഡോക്ടറല്ല, എന്റെ കാശ് മുഴുവൻ മുടിപ്പിക്കുന്നതേ യോമാരാ. അമ്മാതിരി വേളതാളങ്ങളല്ലടാ അത് കൂടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്തോ മജീദിക്ക, നമുക്കൊരു ആപത്ത് പറ്റിയപ്പം കല്ലെന്നോ പിടിയെന്നും പറഞ്ഞോ കൂടെ വന്നവന്മാരല്ലേ ഇത്? ഈ സമയത്താണ് അവന്മാരിങ്ങനെ കളിയാക്കുന്നത്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. അവനെയും കൊല്ലും അവളെയും കൊല്ലും. എന്നിട്ട് വീടും പറമ്പും വല്ല എത്തിങ്കാനിക്ക് എഴുതി കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. നോക്കിക്കോ. എന്റെ പൊന്നു കൊച്ചാപ്പ, ആശുപത്രി ഇരുന്നോണ്ട് ഇതുപോലത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ആദ്യം ഇവിടുന്ന് ഒന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എത്തിങ്കാനിക്ക് കൊടുക്കണോ അതോ എനിക്ക് എഴുതി തരണോന്നൊക്കെ. അല്ല, പറഞ്ഞപ്പോ ആ ഒരു താളത്തിനങ്ങ് പറഞ്ഞു തന്നു. മജീദിക്ക, ഓ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടേക്കാ. എന്താടാ? ഒരു കിലോ ആപ്പിള് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ആപ്പിളല്ല, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ആപ്പിള് വേണോ? ആപ്പിള്. ഞാൻ ഒരു കാര്യം പറ്റ മജീദിക്ക, കാര്യം നമ്മളിപ്പോൾ അവളെ തല്ലാനും കൊല്ലാനും ഒക്കെ നടക്കുക. പക്ഷെ നമുക്ക് ഇത്ര ആപത്ത് പറ്റി അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇക്കാനെ കാണാൻ ഓടി ഇവിടെ എത്തും. അത് നിനക്കെങ്ങനെ അറിയാം? ചെറുപ്പം തൊട്ട് നമ്മൾ ഷാഹിനെ കാണുന്നാലേക്കാ അവള് പാവാന്നേ. ആണാ? അവള് വരുമല്ലേ? വരും. വരണം. വരട്ടെ, ഞാൻ നോക്കിയിരിക്കുകയെന്നാ. അവളെ കാല് ഞാൻ വെട്ടും. എന്നാ അവള് വരത്തില്ല. കാല് വെട്ടെന്ന് പറഞ്ഞ് ഏത് മക്കളാക്കാ ഓടി വരുന്നത്? പാവം പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. അല്ലാ. ഗോവിന്ദകുട്ടി, എന്റെ ആപ്പിളിന്റെ കാര്യം എന്തായി? നടക്കൂ? നടക്കും. ഞാൻ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി എന്ന് അനുവദിച്ചു കിട്ടാനാ? ഹലോ, അയ്യോ ഇല്ല, ഓഫീസ് തുറക്കാൻ പറ്റില്ല 2-3 ദിവസത്തേക്ക്. ഇല്ലില്ല, ഞാനുണ്ടാവൂല. അപ്പുവേട്ടനൊരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നല്ലേ. ഇല്ലില്ല, വണ്ടിയല്ല, പുള്ളി പെരപ്പുറത്ത് കയറിയാണ് എന്തോ ആവശ്യത്തിന്. അപ്പൊ എന്തോ കണ്ട് പേടിച്ച് താഴ്ത്ത് വീണ്. ഇല്ല, കാലിത്തിരി പൊട്ടിയിട്ടുണ്ട്, കൈ ഇത്തിരി ഒടിഞ്ഞ് ആകെ കുഴപ്പമായി നിൽക്കുകയാണ്. പുള്ളിക്ക് സംസാരിക്കാൻ പറ്റണില്ല, പേടി കിട്ടിയതാണ്. എന്താ പറഞ്ഞിട്ട് തിരിയണില്ല. എന്തൊക്കെ പറയാൻ ശ്രമിക്കണ്ട. അപ്പൊ ഞങ്ങളെല്ലാവരും അടുത്തുണ്ട്, അതാണ് വരാൻ പറ്റില്ല. അത്യാവശ്യമാണ്, ഞാൻ മനോഹരനെ അങ്ങോട്ട് പറഞ്ഞുകൂടാ കേട്ടാ. ഞാൻ പറഞ്ഞുകൂടാ. ശരി, എന്നാ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്. ശരി, ഓക്കെ. ഒറ്റക്കളി? ഇല്ല ഇല്ല, ഞാൻ പോവൂല, ഞാൻ അടുത്തുനിന്ന് പോവൂല. അതല്ലേ? അത് തന്നെ, അത് നമ്മുടെ ചുമതലയല്ലേ. ഞങ്ങള് രണ്ടുപേരും ഓടി ചെന്നില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാനേന്ന്.
അനന്തരൻ ഇവിടെ ഇരിക്കും, ഞാൻ അടുത്തിരിക്കണോന്നാ പറഞ്ഞു. അല്ലേ എന്താണ് പിന്നെ പാവണ്ടാ. എനിക്ക് മനസ്സിലായി, നീ പുറത്ത് പോയി പഴം മേടിച്ചോണ്ട് കൊടുക്കാനാ. പഴല്ലേ കരിക്ക കുടിക്കാനാ കുടിക്കാൻ പ്രേത എന്ത് പറയാ നോണ പറയാതെ പ്രേതൊന്നുമില്ല. അച്ഛനെ പോലത്തെ പ്രേതത്തിനെ കണ്ടേ. അത് പോട്ടേന്ന്, പന്ത് കളി തോറ്റെന്നും പറഞ്ഞ് എന്തിന് പുറപ്പുറത്ത് നീ അടിച്ചാകാൻ നോക്കണ്? ഓ പെനാൽറ്റി അടിച്ചപ്പോഴാണ് വീണത്. പെനാൽറ്റി അടിച്ചില്ലേ, ആ നേരത്തെ വീണേക്കണം. സാരില്ലടാ, പോട്ടെ. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ മാറിയിട്ട് നമുക്ക് സംസാരിക്കാലോ. ആ ഡോക്ടർ ഞങ്ങളോടാ പറഞ്ഞു 1.5 മാസത്തേക്ക് മിണ്ടണ്ടെന്ന് പറഞ്ഞെന്ന്. ഞങ്ങളൊക്കെ എന്താ അയ്യോ വേദന തൊടല്ല. ഇല്ല തൊടൂല വേദന. പങ്കാമ ഉണ്ട്, പങ്കാമ നിന്റെ കൂടെ ഉണ്ട്. സത്യം, പങ്കാമ നിന്റെ എല്ലാ കാര്യത്തിനും ഇവിടെ ഉണ്ട്. എല്ലാരും ഉണ്ട് മോനെ. എല്ലാരും ഉണ്ട് പേടിക്കാതിരിക്കും. ദൈവം ഉണ്ടെന്ന് പറയണ്. ദൈവം ഉണ്ട്, ആരും കുഴപ്പമില്ലാന്ന്. എന്തു പറ്റി? ആ കുമാരി തല നേരെ വെക്കണം. എന്തുണ്ടായേ? ഒന്നും പറയണ്ട എന്റെ മോളെ. ഇന്നലെ എല്ലാരും കൂടി ഇരുന്നിട്ട് TV കണ്ടോണ്ടിരിക്കായിരുന്നു, ഫുട്ബോള്. അതിനിടയ്ക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞിട്ട് പതുക്കെ പോകാൻ പുറത്തേക്ക് പോകണുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരലർച്ച. എല്ലാരോടെ ചെന്ന് നോക്കുമ്പോ ഇവൻ പെരപ്പുറത്തം കാണ്ട കയറിയിട്ട് അതിന്റെ മുകളിൽ നേരെ അടന്ന് താഴെ വീണിരിക്കുകയായിരുന്നു. അപ്പൊ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ കാലിന്റെ അവിടെ ഒരു പൊട്ടുണ്ട്, ഇതാ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കോളേജ്